വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം വലിയൊരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് വഴിമാറാൻ ഒരുങ്ങുകയാണ്. മലയും പുഴയും തുടങ്ങി പ്രകൃതിയുടെ എല്ലാ ഞാടീഞരമ്പുകളും ഇന്ന് വീതം വെച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത. പറഞ്ഞു വരുന്നത് മോദി സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറവിൽ ഉയരുന്ന മറ്റൊരു പ്രകൃതി ചൂഷണത്തെക്കുറിച്ചാണ്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഉന്നയിച്ച ഈ കാര്യം അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. മധ്യപ്രദേശിലെ സിംഗ്രൌലി ജില്ലയിൽ അദാനി പവറിന്റെ അനുബന്ധ സ്ഥാപനമായ മഹാൻ എൻജൻ ലിമിറ്റഡിന് കൽക്കരി ഖനനത്തിനായി മോദി സർക്കാർ കഴിഞ്ഞ മെയ് മാസത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ വികസന പദ്ധതിയായി തോന്നാം. എന്നാൽ ഇതിനു പിന്നിലെ സത്യം മറ്റൊന്നാണ്. ഏകദേശം 7000 ഏക്കറോളം വരുന്ന അതീവ പരിസ്ഥിതി ലോലമായ വനഭൂമിയാണ് ഈ പദ്ധതിക്കായി അദാനിക്ക് വിട്ടു നൽകുന്നത്. ഇതിനായി ഒറ്റയടിക്ക് വെട്ടിമാറ്റാൻ പോകുന്നത് 6 ലക്ഷത്തിലധികം മരങ്ങളാണ്. വനങ്ങളുടെ സമൃദ്ധി കൊണ്ടും ഏഷ്യൻ ആനകളുടെ പ്രധാനപ്പെട്ട സഞ്ചാരപാതയായ ആനത്താര ആയതുകൊണ്ടും 2011 ഖനനം പാടില്ലാത്ത നോഗോ മേഖലയായി പ്രഖ്യാപിച്ച വനഭൂമിയാണിത്. അവിടെയാണിപ്പോൾ അദാനിക്ക് വേണ്ടി മോദി സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ അജയ് ദുബെ ഇതിനെതിരെ ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി സമർപ്പിക്കാൻ വൈകി എന്ന കേവലം സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ട്രൈബ്യൂണൽ അതിന് നിഷ്കരുണം തള്ളി. കേസിന്റെ ഗൗരവത്തിലേക്കോ വനനശീകരണത്തിലേക്കോ കടക്കാൻ പോലും അവർ തയ്യാറായില്ല. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അനുമതിയിൽ ഇടപെടാൻ കോടതിയും വിസമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ജനകീയ പോരാട്ടം ഇവിടെയും തീരുന്നില്ല. നിയമപരമായ വാതിലുകൾ ഇനിയും അടഞ്ഞിട്ടില്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കുന്നു. ഉചിതമായ മറ്റു ഫോറങ്ങൾക്ക് മുന്നിൽ ഈ വമ്പൻ കോർപ്പറേറ്റ് കൊള്ളയെ ചോദ്യം ചെയ്യാൻ കോടതി ഹർജിക്കാർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ആരവല്ലി കേസിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ശക്തമായ നിലപാട് സ്വീകരിച്ച സുപ്രീം കോടതിയും ഹൈക്കോടതിയും സിംഗ്രൌലി വിഷയത്തിലും അതേ ഗൗരവത്തോടെയും കർശന പരിശോധനയോടെയും ഇടപെടുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ആൻഡമാനിലും നടക്കുന്നത് ഇതേ കൊള്ള തന്നെയാണ് എന്നതാണ് വസ്തുത. കണ്ണുകൾ അടച്ചുപിടിച്ച് എല്ലാത്തിനും മൗനാനുവാദം നൽകുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഈ പകൽക്കൊള്ളയ്ക്ക് താങ്കൾ മറുപടി നൽകിയേ തീരൂ. രാജ്യത്തിന്റെ ശ്വാസകോശങ്ങളായ വനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ നിങ്ങളുടെ സർക്കാർ വീതം വെച്ച് നൽകുമ്പോൾ നാളെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും എന്ത് സംഭവിക്കുമെന്നതിന് ഉത്തരമുണ്ടോ? ഇങ്ങനെ തുടർന്നാൽ അതും ഞങ്ങൾ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങേണ്ടി വരുമോ?